ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു റബ്ബറൈസർ ടാറിംഗ് റോഡിന് മുന്നിലായി നിൽക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ നിൽക്കുന്ന 5 സെന്റിലെ 4 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. വിശാലമായൊരു റോഡ് നമുക്ക് കാണാം. മനോഹരമായ ചുറ്റുമതിലും ചെയ്തിട്ടുണ്ട്. അവിടെയും ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 18 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മുന്നിലായി ചെറിയ ചെറിയ വർക്കുകൾ ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കടപ്പ കല്ലാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അവിടെ ഗ്രാസ് സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു വീട് കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനാണ് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. കൂടാതെ KWO വാട്ടർ കണക്ഷനും ഇവിടെ ലഭ്യമാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്. ഡോറിൻ്റെയും വീടിൻ്റെയും ഡയറക്ഷൻ വടക്ക് ഭാഗത്തേക്കാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിന് തുറക്കാവുന്ന ഡോറാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായൊരു ലിവിംഗ് ഹാളിലേക്കാണ്. വലിപ്പമുള്ള വിൻഡോകൾ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കൂടിയാണ്. ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ഒരു ലിവിംഗ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മുകളിലായി ഷാൻലിയർ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ വലിപ്പമുള്ള വിൻഡോ മുകളിലും കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന വലതുവശത്ത് കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് മൾട്ടിവുഡിലുള്ള TV യൂണിറ്റ് തന്നെയാണ്. മനോഹരമായ ഒരു ഡിസൈനോടുകൂടി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി 5 അടി നീളം വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഡാർക്ക് ഐവറി കളറിൽ വരുന്ന ഗ്ലോസി ഫിനിഷിൽ വരുന്ന ടൈലുകളാണ്. ഇനി ഇവിടെ നിന്നും നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10 പേർക്ക് ഇരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഡൗൺ സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഇനി നമുക്ക് സ്റ്റെയർ കേസിന് താഴെയായി ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചനാണ്. ഫ്രണ്ടിലായി ഹാങ്ങിങ് ലൈറ്റുകളും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു കിച്ചൻ്റെ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ മറ്റൊരു പ്രത്യേകത കിച്ചൺ തന്നെയാണ്. വിശാലമായൊരു കിച്ചൺ ഇവിടെ ലഭ്യമാണ്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്ക് കിച്ചണിൽ കാണാം. വിശാലമായൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. മൾട്ടിവുഡിലാണ് ഈ കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായാണ് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷൻ വരുന്നത്. കൂടാതെ ചിമ്മിനിയും ഈ കിഴക്കോട്ട് ഡയറക്ഷനോട് കൂടി വരുന്ന രീതിയിലാണ് ചിമ്മിനി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. PVC മൈക്കയും മൾട്ടിവുഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ ലഭ്യമാണ്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കോട് കൂടി വരുന്ന സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ജാഗോറും ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെയും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ബെഡ്റൂമും കാണുക. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ ലഭിക്കുന്നുണ്ട്.
എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ താഴത്തേക്ക് വരാം. സ്റ്റെയർ കേസിന് താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ജിയുടെ പൈപ്പും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്ലോറിങ്ങിനായി ഇവിടെ ഗ്രാനൈറ്റും നമുക്ക് കാണാം. ഇനി സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിലെല്ലാം വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ നിന്ന് കണ്ടൊരു ഷാൻലിയർ ലൈറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ റൂമിലായി ഒരു ഷാൻലിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലിവിംഗ് ഹാളിലും ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലെ നിലയിൽ ഒരു TV യൂണിറ്റ് എല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്പേസ് എല്ലാം കൊടുത്തു തന്നെയാണ് ബിൽഡർ ഈ ഒരു മുകളിലെ നില നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ലിവിംഗ് ഹാളിൽ നിന്നുള്ള ആ ഒരു ഡബിൾ ലൈറ്റ് വരുന്നത്. TV യൂണിറ്റ് വരുന്നത് നേരെ കാണുന്ന ഈ ഒരു ഭിത്തിയിലായാണ്. അത് മൾട്ടിവുഡിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി ഒരു ബാൽക്കണിയും ലഭിക്കുന്നുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലും പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. താഴെ കണ്ട പോലെ തന്നെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകളാണ് മുകളിലെ നിലയിലും വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ താഴത്തെ ഫ്ലോറിലും മുകളിലെ നിലയിലും ലഭിക്കുന്നുണ്ട്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ചാനലിൽ എല്ലാ ബഡ്ജറ്റിനൊത്ത വീടുകളും എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തും വരുന്ന വീടുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന അതിൻ്റെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും മറ്റുള്ള ഭാഗത്തേക്കും പോകുന്നതിന് മുമ്പ് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,20,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.